നമസ്കാരം മക്കളെ, സുബോൾ സാറാണ്. നമ്മളിന്ന് 2 ചോദ്യങ്ങളാണ് നമ്മുടെ എൻട്രൻസിന് വേണ്ടി. ഇപ്പൊ നമുക്ക് ഏറ്റവും അടുത്തുള്ള 2 എൻട്രൻസുകളുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ കീം, രണ്ടാമത് NDA. ആദ്യമാണ് NDA, അത് കഴിഞ്ഞ ഉടനെ കീം. ഈ കീം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ NDA 2 ഉണ്ട് സെപ്റ്റംബറിൽ. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് എഴുതാൻ പോകാൻ പറ്റുന്ന NDA 2 ആണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും മീൻസ് നമുക്ക് അടുത്തൊരു കോഴ്സിന് ജോയിൻ ചെയ്താൽ പോലും നമുക്ക് NDA 2 നന്നായിട്ട് വേണം എഴുതാൻ പറ്റും. ആഗ്രഹം ഉണ്ടെങ്കിൽ മീൻസ് നമ്മുടെ ഫോഴ്സിൽ ഏതെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് NDA 2 എഴുതാം. ഓക്കെ, നല്ല രീതിയിലുള്ള ഒരു ലൈഫ് കിട്ടാനുള്ള വളരെ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് f of x is equal to 2 raised to x, then integral 2 to 10 f dash x by f of x dx is എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓപ്ഷൻസ്. ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യനാണ്, പക്ഷെ കാണുമ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവും. പ്രോബ്ലം ഒന്നുമില്ല, ശ്രദ്ധിച്ചിരിക്കുക. ഇന്റഗ്രൽ 2 to 10 f dash x by f of x dx ഈക്വൽ ടു, ഇവിടെ f of x തന്നിട്ടുണ്ട് കേട്ടോ. ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ? ഞാൻ പറയാതെ f dash x by f of x. തിരിച്ചെന്ന് പറയാം, ഇത് f of x, ഇതാരാ മോനെ f dash, മീൻസ് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ഇല്ലേ ന്യൂമറേറ്റർ. f of x f dash x എന്ന് പറയുമ്പോൾ ഇയാളുടെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ. ആൻസർ ലോഗ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ലോഗ് ഓഫ് f of x. ഓക്കെ, ഓവർ ദി ലിമിറ്റ് ആരാണ് 2 to 10. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ. നോക്കിക്കേ, ലോഗ് ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ഇനി ലോഗ് f of x നുള്ളിൽ x ന് ആദ്യം 10 കൊടുക്കുമ്പോൾ ലോഗ് f of 10 മൈനസ് ലോഗ് f of 2 എന്ന് കിട്ടും കേട്ടോ. ഈ x ന്റെ പ്ലേസിൽ ആദ്യം 10 കൊടുക്കണം, പിന്നെ x ന്റെ പ്ലേസിൽ ലോവർ ലിമിറ്റ് ആയി 2 കൊടുക്കണം. That is equal to log of f of 10. What is f of x? 2 raised to x. അപ്പൊ f of x 2 raised to x ആണെങ്കിൽ f of 10 എന്ന് പറഞ്ഞാൽ 2 raised to 10. That is log 2 raised to 10 minus log of f of 2. f of x 2 raised to x. അപ്പൊ f of 2 എന്ന് പറഞ്ഞാൽ 2 raised to 2. That is 2 square. Okay. The log 2 raised to 10 minus log 2 raised to 2 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കേ, ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ കൂടെ എഴുതാം. ഒന്നാമത് 10 log 2 മൈനസ് 2 log 2, ഫൈനൽ ആൻസർ 8 log 2. തീർന്നു കേട്ടോ. ഓക്കെ, ഈ 10 ഇങ്ങ് വന്നു, ഇവിടെ 2 ഇങ്ങ് വന്നു. അപ്പൊ 10 log 2 മൈനസ് 2 log 2, 10 log 2 നിന്നും 2 log 2 പോയി എന്നർത്ഥം. അത്ര ഇവിടെ ഉള്ളത് 10 log 2 നിന്നും കണ്ടോ, 10 log 2 നിന്നും 2 log 2 പോയാൽ ബാക്കി നമ്മുടെ എത്ര ഉണ്ട്? 8 log 2. അതാണ് നമ്മുടെ ആൻസർ. 8 log 10 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അല്ല സോറി, ഇതല്ല നമ്മുടെ ആൻസർ. ഇത് 8 log 2 എന്നാണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആയല്ലോ. അപ്പൊ ഇവിടെ ഇനി വേറെ ഒരു രീതിയിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. log 2 raised to 10 മൈനസ് log 2 raised to 2 നമുക്ക് ഇങ്ങനെ എഴുതാം. log a മൈനസ് log b, ദാറ്റ് ഈസ് log ഓഫ് a by b എന്ന് എഴുതാം കേട്ടോ. then ഇങ്ങനെ ദാറ്റ് ഈസ് log 2 raised to 10 ഡിവൈഡഡ് ബൈ 2 raised to 2 എന്ന് വേണമെങ്കിൽ എഴുതാം. log a മൈനസ് log b, log ഓഫ് a by b ഇങ്ങനെ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു log ഓഫ് 2 raised to 10 by 2 raised to 2 എന്ന് പറയുമ്പോൾ 2 raised to 10 minus 2, a raised m by a raised n, a raised m minus n. അപ്പൊ log 2 raised to 10 minus 2 8 എന്ന് എഴുതാം. 8 ഇങ്ങനെ പുറത്ത് വരുമ്പോഴും ആൻസർ ആരായി? 8 log 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ബൈനോമിയൽ കോഎഫിഷ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. The value of 10c1 plus 10c2 plus 10c3 plus etc 10c9. അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാ വാല്യൂസിനെ എല്ലാം കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യാം. പക്ഷെ നമുക്ക് ഈ ഓപ്ഷനിൽ വരുന്ന രീതിക്കുള്ള ഒരു ആൻസർ കിട്ടാൻ പാടാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഏത് രീതിയിൽ കൂടെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കോ. നമ്മൾ ഇതിന്റെ ഒരു റിസൾട്ട് ഉണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് NC3 പ്ലസ് എക്സെട്ര പ്ലസ് NCN ഈസ് ഈക്വൽ ടു 2 raised to n. ഇങ്ങനൊരു റിസൾട്ട് ഉണ്ട്. NC0 തൊട്ട് NC1 വരെ ചെയ്യുന്നത് ആൻസർ ആരാണ്? 2 raised to n എന്നാണ്. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അറിയാൻ വയ്യെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 10c0 പ്ലസ് 10c1 പ്ലസ് 10c2 പ്ലസ് 10c3 പ്ലസ് എക്സെട്ര 10c10. ഓക്കെ, 10c10, 10c0, 10c1, 10c2 അങ്ങനെ 10c10 വരെ എഴുതി കഴിഞ്ഞാൽ ആൻസർ ആരെന്ന് എഴുതാം? 2 raised to 10 എന്ന് എഴുതാം. ശരിയല്ലയോ? NC0 തൊട്ട് NCN വരെ ആണെങ്കിൽ 2 raised to n. ആ n മാറി ഇവിടെ എന്തായിരിക്കും? 10 ആയിരിക്കും. 10c0 തൊട്ട് 10c10 വരെ ആണെങ്കിൽ അപ്പൊ ആൻസർ എത്ര ആയിരിക്കും? 2 raised to 10 എന്നാണ് നമുക്ക് ഇവിടെ ആൻസർ. തൊട്ട് ഇപ്പുറത്താറുണ്ട് മോനെ 10c10 ആണെങ്കിൽ
തൊട്ട് ഇപ്പുറത്ത് ആരുണ്ട് മോനെ 10C9 ഉണ്ടല്ലോ, ശരിയല്ലോ, ഇതിന്റെ ഇടയ്ക്ക് എക്സെട്ര ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ 10C0 പ്ലസ് 10C1 പ്ലസ് 10C2 പ്ലസ് 10C3 പ്ലസ് എക്സെട്ര 10C9 പ്ലസ് 10C10 ഈസ് 2/10. ഓക്കെ, നമുക്ക് വേണ്ടത് ഇത്രയില്ലേ നമുക്ക് വേണ്ടത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് 10C1 തൊട്ട് 10C9 വരെ ഇല്ലയോ. ഇത് 10C0 എത്ര മോനെ 1 ആണ്. ഇത് 10C1 പ്ലസ് 10C2 പ്ലസ് എക്സെട്ര 10C9 പ്ലസ് ദിസ് അഗൈൻ ബിക്കംസ് 1 ഈക്വൽ എത്ര മോനെ 2/10. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് 1 ആയി, ഇത് എത്ര തന്നെയാ 1 തന്നെയാ. അപ്പൊ ഈ 1 പ്ലസ് 1 എത്ര മാറും 2. ദാറ്റ് ഈസ് 2 പ്ലസ് 10C1 പ്ലസ് 10C2 പ്ലസ് 10C3 പ്ലസ് എക്സെട്ര 10C9 ഈക്വൽ 2/10 എന്ന് കിട്ടും. ശരിയല്ലോ, ഈ 1ഉം ഈ 1 ചേർന്ന് 2 ആയിട്ടുണ്ട്. ബാക്കി ഇത്രയും ടേംസുകളെയാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. നമുക്ക് വേണ്ടത് ഇത്രയാ. അപ്പൊ ഇത്രയും വേണമെങ്കിൽ 2 അപ്പുറത്ത് പോയാൽ മതിയല്ലോ. therefore 10C1 പ്ലസ് 10C2 പ്ലസ് എക്സെട്ര 10C9 ഈക്വൽ ടു 2/10 മൈനസ് 2. ദാറ്റ്സ് ഓക്കെ. അപ്പൊ നല്ല ക്വസ്റ്റൻ ആണ് 2/10 മൈനസ് 2. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റൻസുകളാണ് എക്സാമിൽ എപ്പോഴും വരുന്നത്. ഈ രീതിയിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന, പക്ഷെ പുതിയതാണ്, കുട്ടികൾക്ക് പലർക്കും അറിയത്തില്ല. പിന്നെ ചില കുട്ടികൾക്കൊക്കെ ഇത് അറിയാവുന്ന കാണും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടില്ലാത്ത പുതിയ ക്വസ്റ്റൻസുകൾ ചെയ്ത് പഠിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. കുറെ ട്രിക്സുകളുടെ ക്വസ്റ്റൻസുകളും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലുള്ള റാങ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലുള്ള ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സെപ്റ്റംബർ ബാച്ച് NDAയുടെ ക്ലാസ് കുട്ടികൾക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിലേക്ക് ഉള്ളതുകൊണ്ട് എല്ലാം ഉണ്ട് കേട്ടല്ലോ. ജോയിൻ ചെയ്യാൻ താഴെ നിന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.